ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ചെറുതായിട്ടൊന്ന് ഓട്ടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ, വർക്ക് ചെയ്യുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പം 5:25 കേട്ടോ. രാവിലെ എന്താണ് ഫുഡ് ഉണ്ടാക്കണേ നോക്കാം. അമ്മ എന്താണ് ഫുഡ് ഉണ്ടാക്കണേ? പുട്ടാണോ? പുട്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കി. പുട്ടും പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തീ എത്തില്ലല്ലോ. ഓക്കെ, പൊടിഞ്ഞു പോയി പപ്പടം. റവ പുട്ടും പപ്പടവും കേട്ടോ. ചൂട് പുട്ടും പപ്പടവും കൂടെ അടിപൊളി. ഏകദേശം കഴിക്കട്ടെ. സമയം 5:30 കഴിഞ്ഞു. നേരെ വീഡിയോയിലോട്ട്. ഓക്കെ. ഏകദേശം എണ്ണ അടിച്ചിട്ട് പോകാം കേട്ടോ. ഏകദേശം 210 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. 210 രൂപയ്ക്ക് 1.95 കേട്ടോ. ഏകദേശം ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്, സൊമാറ്റോയുടെ ഫസ്റ്റ് ഓവർ. ഇന്നത്തെ താമസിച്ചാണ് അടിച്ചത് കേട്ടോ, എന്താണെന്ന് അറിഞ്ഞൂടാ. ഇന്ന് ഫസ്റ്റ് ഓവർ അടിച്ച സമയം എന്ന് പറഞ്ഞത് 7:42. ഫസ്റ്റ് ഓവർ അടിച്ചത് സംസം ദോശ ഉണ്ട് കേട്ടോ, മറന്നുപോയി പറയാം. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി വയ്ക്കാൻ കേട്ടോ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് റെഡിയായി 42.96 കേട്ടോ. അപ്പോൾ എടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ മസാല ദോശയാണ്. നേരെ പ്ലാമൂടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഇവിടെ നിന്നൊരു 800 മീറ്ററേ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഇവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, നോക്കട്ടെ. D1 കൊടുക്കാറുള്ളത്. ഗൈസ്, കസ്റ്റമർ ഇനി ഉറക്കം ഉണ്ടില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. ബെല്ലടിച്ചിട്ടൊന്നും ആരും കാണാനില്ല. ശരി, ഓക്കെ. അപ്പോൾ 20 രൂപ എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് റെഡിയാണോ ഒന്നും അറിയാൻ വയ്യ കേട്ടോ. എന്തൊക്കെ കഴിച്ചപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 21.06 കിട്ടിപ്പോയി. ഐറ്റം എന്ന് പറയുന്നത് ഗീ ദോശയും ഒണിയൻ ദോശയും കേട്ടോ. കഴിച്ചപ്പോൾ കൊടുക്കാനുള്ള ഹോറസോൺ പാർക്ക് ഫ്ലാറ്റിലാണ് കേട്ടോ. വെള്ളയമ്പലം ഒന്നാണ് കൊടുത്തേക്കുന്നത്. ഹോറസോൺ പാർക്ക് എന്ന് പറയുമ്പോൾ അത് തിരിച്ചു പോകണമല്ലോ. ഓക്കെ, തിരിച്ചാണ് പോകാനുള്ളത്. ഇവിടെ യൂ ടേൺ എടുക്കണം. യൂ ടേൺ എടുത്തിട്ട് ഏകദേശം ഒരു ഷോർട്ട് കട്ട് പിടിച്ച് കയറി വന്നു കേട്ടോ. ഇതിലെല്ലാം ഒരു ഷോർട്ട് കട്ട് കിട്ടി, അതിലെ കയറി വന്നു. വെള്ളയമ്പലം അപ്പുറത്തൂടെ വേണമെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ്. ഇതാവുമ്പോൾ ഫ്രീ ആയിട്ട് വരാം. ഇപ്പം ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മളെ ഹോറസോൺ പാർക്ക് ഫ്ലാറ്റ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അകത്തോട്ട് കയറി പോകണം. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഒന്നടി വെയിലില്ല കേട്ടോ, പക്ഷെ നല്ല ഉഷ്ണമുണ്ട്. ശരി, അപ്പോൾ കിട്ടിയത് 50 രൂപ 1 പൈസ. ഗൈസ്, അപ്പം ഈ സാധനമാണ് നാഗഗന്ധി കേട്ടോ. ആർക്കെങ്കിലും അറിയാമെന്ന് പറയണേ. നമ്മൾ ആ ശിവക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. 2 മരമുണ്ട് അവിടെ ഇവിടെയുണ്ട് കേട്ടോ. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. നല്ല ഗൈസ്, അപ്പോൾ ചെയിന് ലൂസാണ് കേട്ടോ, ടൈറ്റ് ചെയ്തിട്ട് പോകും.
അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ലെമൺ സോൾ ആണ് കേട്ടോ. ചെയിന് ടൈറ്റ് ചെയ്ത് ഭയങ്കര പിടുത്തമാണല്ലേ. എനിക്ക് തോന്നണതാ ഭയങ്കര പിടുത്തം ഫീൽ ചെയ്യും. റൈറ്റ് കയറി പോണം കേട്ടോ. ഇവിടെയാണ് ലെമൺ സോൾ. അമ്മച്ച വണ്ടി ഇറക്കാം. പക്ഷേ ഫുഡ് റെഡി ആയിട്ടില്ല. ഞാൻ വെച്ച് വലിയ കാര്യത്തിലാണ് വന്നത്. ഫുഡ് റെഡി ആയെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഫുഡ് റെഡി ആയിട്ടില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഗൈസ് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളതെന്ന് പറയണത് ഇവിടെ ഗൗരീശ പട്ടമാണ്. പൊട്ടക്കുഴി പൊട്ടക്കുഴിയാണ് കൊടുക്കാനുള്ളത്. ഇവിടുന്ന് 4.1 കിലോമീറ്റർ ഉണ്ട്. നേരെ വിട്ട് പിടിച്ചാൽ മതി. ഇനി എങ്ങും നിർത്തുന്നില്ല. ഒരു വിടങ്ങ് വിടും. ഫുഡ് ഓർഡർ അടിച്ച് ഞാൻ അവിടെ ചെന്ന സമയം എന്ന് പറയുന്നത് 9:20 അങ്ങോട്ടായെന്ന് തോന്നാം കേട്ടോ. 9:45 കഴിഞ്ഞപ്പോഴാണ് സാധനം കിട്ടിയത്. നല്ല താമസം ഉണ്ടായിരുന്നു. വേണ്ട ബസ് നിർത്തിക്കുന്നുണ്ട് അവിടെ. ഏകദേശം നമുക്ക് ഇവിടുന്ന് 1.6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് ആണ് നമുക്ക് പോകാനുള്ളത്. മെഡിക്കൽ കോളേജ് ചാലക്കുഴി റൂട്ട് കേട്ടോ. സോറി, പൊട്ടക്കുഴി. എപ്പോഴും ചാലക്കുഴി എന്ന് ഓർമ്മ വരുള്ളൂ. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഏകദേശം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത്. ഇങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. ആഹാ, ഇവിടെ റോഡ് പണിയാണ്. ഏറ്റ പോകണ്ടോ. അയ്യോ അയ്യോ പോളി. ഗൈസ് അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് കേട്ടോ. അസിസ്റ്റ് റെസിഡൻസ്. കൊടുക്കണോ? ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 13G ആണ് കേട്ടോ. ശരി, എവിടെ ലിസ്റ്റ്? എവിടെ? 36.79 പൈസയാണ് ടൈറ്റ് ചെയ്ത്. ഇന്ന് രാവിലെ തൊട്ട് ഓർഡർ ശകലം ശോകമാണ് കേട്ടോ. കുഴപ്പമില്ല, പക്ഷേ ഓർഡർ കിട്ടി. എമൗണ്ട് ഇല്ല. 4 ഓർഡർ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 96.89 പൈസയാണ് കിട്ടിയത്. ഏകദേശം നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അലങ്കാർ പ്യൂർ വെച്ചാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒതുക്കാം. ഇവിടെ ഒതുക്കിയിട്ട് നമുക്ക് ചെന്ന് ഫുഡ് എടുക്കാം കേട്ടോ. യെസ്, ഐറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിനി മസാല ദോശ, മിനി പൊടി ദോശ, പിന്നെ ഒരു മിനി മസാല ദോശ, പിന്നെ ചായ ഉണ്ട് കേട്ടോ. 3 ചായ. ഗൈസ് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ളത് 6-ാം കല്ലാണ് കേട്ടോ. 6-ാം കല്ല് വഴയിലെന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഗൈസ് അപ്പോൾ ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നേരെ വിട്ട് പിടിക്കുകയാണ് കേട്ടോ. അമ്പലമുക്ക് റൂട്ട് വഴിയാണ് പോകാനുള്ളത്. വടയിലാണ് കൊടുക്കാനുള്ളത്. 6-ാം കല്ലിൽ നിന്ന് കൊടുത്തേക്കുന്നത്. അങ്ങ് പോകണ്ട, അതിന് കുറച്ച് ഇപ്പുറം വരും. എന്തായാലും 6-ാം കല്ല് വരെ 3.5 കിലോമീറ്റർ അല്ല ഇവിടുന്ന്. അവർ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണേ. അഡ്രസ്സ് ലൊക്കേഷൻ കൊടുക്കുമ്പോഴേ അങ്ങനെ കൊടുക്കണേ. പെട്ടെന്ന് മനസ്സിലാവാനായിരിക്കും മേ ബി. ആണടിച്ചാൽ പോലും മൈൻഡ് ചെയ്യൂല.
റോഡിന് നടുക്കൂടെ തന്നെ കയറി പോകണം. ഇത്രയും വണ്ടികൾ പറഞ്ഞ റോഡാണ്, ഒരു ശ്രദ്ധയില്ല ആൾക്കാർ. എന്നിട്ട് അഥവാ തട്ടേ വിട്ടെങ്ങനെ ചെയ്താൽ ചോദിക്കണ എങ്ങനെയാണ്? എവിടെ നോക്കിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്? അങ്ങനെയാണ് ചോദിക്കണം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല റോഡാക്കി കേട്ടോ ഇവിടെ, പൊളിയായി, സൂപ്പർ റോഡായി, സൂപ്പറായി. ഇതുപോലെ എല്ലാ റോഡും വരുന്ന അടിപൊളിയായിരിക്കും അല്ലേ? ഓക്കെ, ഇനി ഇവിടുന്ന് 3.2 കിലോമീറ്റർ ഉണ്ട്. മഴയിൽ നിന്ന് പേസക്കുളം പോണ ഒരു സൈഡ് ഫുള്ള് ബ്ലോക്ക് കേട്ടാ. ചേട്ടാ പോൻ്റെ നമ്മളെ രക്ഷപ്പെട്ട്. അയ്യോ, ഒരു കാറ് വന്നു. ഗൈസ് ഫൈനലി നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നോക്കാം കേട്ടോ ഇവിടെ എവിടെയാണ് കാണിക്കണേ. മറ്റേ അമ്പലം ഉണ്ടല്ലേ, മറ്റേ മൂതി ശാസ്താക്കോട്, അതിൻ്റെ അവിടെ നിൽക്കുകയാണ്. മറ്റേ ആ ഒരു പൊളിച്ച ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ അവിടെ നിൽക്കുകയാണ്. എടുത്തുകൊണ്ടാണ് ചൂട് പോയില്ല. അത് മാത്രമല്ല, നമ്മളെ ബാഗിലെ ചൂട് മറ്റേ പോകാതിരിക്കാൻ വേണ്ടി കോട്ടിങ് ഉള്ളതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയാ. ഗൂഗിൾ പേ അയക്കാൻ വേണം. ഇത് ഗൂഗിൾ പേ തരാൻ വേണം. പക്ഷേ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കിട്ടിയത് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാലേ ബ്ലോക്കായി, അതാണ് കുഴപ്പം. 36 രൂപ കിട്ടി. പക്ഷേ അപ്പോൾ ഇവിടെ പണി നടക്കുന്നതിൻ്റെ വലിയൊരു സംഭവം ഉണ്ട് ചേട്ടാ. നമുക്ക് ഒന്ന് ഇറങ്ങി നോക്കിയല്ല, ഇറങ്ങി നോക്കാം അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെറിയൊരു അപ്ഡേറ്റ് ആണ്. റോഡ് പണിയിലെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. നമ്മൾ ഐറ്റം എന്തോ കിടക്കണം. ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ സാധനം പഠിച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഓട്ടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. വർക്ക് ചെയ്യുന്നതല്ല, പിന്നെ സ്റ്റാർട്ട് ചെയ്യാനും ഒന്ന് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ടൊക്കെ എടുത്ത് ഇതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ പിന്നെ മാറാനും എണ്ണ അടിക്കാനൊക്കെ അറിയാം കേട്ടോ. ഞാൻ എൻ്റെ കോഴ്സ് പഠിച്ച് എന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലൈസൻസ് കൂടെ എടുത്താൽ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പോയി വർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പോകും കേട്ടോ, ഇങ്ങനെ പോകണം. മതിലെട്ടിക്കണം കേട്ടോ, ആ മതിലെട്ടിക്കണം അത്രയും ഭാഗം പോകും. എന്തായാലും കിടില റോഡായിരിക്കും കേട്ടോ. ഇത്രയും ഭാഗം നോക്കിയാൽ ഇത്രയും ഭാഗത്ത് അടിപൊളി റോഡായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു ലൈൻ അങ്ങോട്ട് പോകാനും ഒരു ലൈൻ ഇങ്ങോട്ട് വരാനുള്ളതായിരിക്കും. അങ്ങനെയായിരിക്കും. സൂപ്പറാകും കേട്ടോ, അടിപൊളി. ഇവിടെ എന്തായാലും കെട്ടി നിർത്തിയേ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ തള്ളിപ്പോവും. കെട്ട് വിലക്കൂല, അങ്ങ് പോവും. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് കേട്ടോ. അടിപൊളി റോഡാവട്ടെ, നല്ല സൂപ്പർ റോഡാവട്ടെ. ഗൈസ്, അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞു കേട്ടോ. ആക്സിൽ ഓടിച്ചാണ് തോന്നുന്നത്, എന്താണെന്ന് അറിഞ്ഞൂടാ. ബസ്സെല്ലാം ഇതിലെയാണ് കയറി പോകുന്നത്. എന്താണ് സംഭവം? ആക്സിൽ ഓടിച്ചു സ്റ്റക്കായ, എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. ലോഡ് കൊണ്ടോ വന്നു. ഓഹോ ഹോ ഹോ ഹോ, മറ്റേ ഇത് പോയി ചേട്ടാ, നമ്മളെ സസ്പെൻഷനിൽ പൊട്ടിയിരിക്കും. സസ്പെൻഷൻ അതുകൊണ്ടാ സ്പ്രിങ് ലോഡ് പൊട്ടിയിരിക്കും കേട്ടോ. ഗൈസ്, നമ്മളെ ഈ വണ്ടിയിലെ താഴെ ഒരുമാതിരി ഇതുണ്ടല്ലോ ലോഡ്, അതിൻ്റെ പേര് ഞാൻ മറന്നു പോയില്ല, പൊട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റക്കായി പോയി, പാവം പെട്ട്. എല്ലാവരും തെറി വിളിന്ന് അങ്ങനെ കേക്ക്. വളച്ച സമയത്ത് എന്തിനാ പറ്റിയാണ് കേട്ടോ. ഇന്ന് ശോകമാണ്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ടേ ഓവർ കുറവാണ്. പണ്ട് മുതലേ ബുധനാഴ്ച ഓവർ കുറവാണ്. എന്തായാലും കാര്യം എന്ന് പറഞ്ഞുകൂടാ. എല്ലാ ബുധനാഴ്ച ഓവർ നല്ലപോലെ കമ്മിയാണ്. നമുക്ക് അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അത് വായിക്കൊള്ളാത്തൊരു പേരാണ്. അപ്പോൾ അവിടുന്ന് 1.6 കിലോമീറ്റർ ഉണ്ട് ആ റെസ്റ്റോറൻറ്റിലത്തേക്ക്. ഞാൻ കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് പറയാം കേട്ടോ.
ഇതൊരു വായിക്കൊള്ളാത്ത പേരാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ, ഞാൻ ഇപ്പം പറഞ്ഞുതരാം. റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണ്? സൂപ്പർ ലോഡ്. അപ്പോൾ സൂപ്പർ ലോഡ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ. ഗൈസ് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐറ്റം എന്ന് പറയുന്നത് കൊറിയൻ വിങ്സ് 6 പീസാണ് കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചിക്കൻ ആയിരിക്കും. അപ്പോൾ കൊടുക്കാനുള്ള 4-ാം ചിറയാണ്, പരുത്തിപ്പാറ റൂട്ട്. ഇവിടുന്ന് 4.3 കിലോമീറ്റർ ഉണ്ട്. ഗൈസ് ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണ് കാണിക്കുക കേട്ടോ. ശരി, ഓക്കെ ഗൈസ്. അപ്പം അടുത്ത ഓവർ നമുക്ക് അടിച്ചിട്ടുണ്ട്. അടുത്ത ഓവർ എന്ന് പറയുന്നത് സുപ്രീം ബേക്കറിയാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുഡ് എന്ന് പറയണത് 2 പഴവും കഴിച്ച്, 2 ഏത്തപ്പഴവും കഴിച്ച്, 2 ബോണ്ടയും കഴിച്ചു കേട്ടോ. ഗോതമ്പ് ബോണ്ട കഴിച്ചു. നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യാൻ നല്ല മൂഡായിരിക്കും. നേരെ അങ്ങ് പോയാൽ മതി. ഇപ്പോൾ സുപ്രീം ബേക്കറിയിലാണ് ഓവർ അടിച്ചത്. ഗൈസ് ഒരു മഴ പിടിച്ചു ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മഴ എത്തിക്കഴിഞ്ഞു, ഇപ്പോൾ പെയ്യും. ഓ 1549 ഗൈസ് ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ബീറ്റ് പൊറോട്ട 5 എണ്ണം, ഗീ ബട്ടർ ജിലേബി 250, ബ്രെഡ്. ഗൈസ് അപ്പം വടയിലാണ് കൊടുക്കാനുള്ളത്. ഇവിടെ നിന്ന് 5.3 കിലോമീറ്റർ ഉണ്ട്. വടയില രാജീവ് നഗറിലാണ് കൊടുക്കാനുള്ളത്. ഒരു മഴ അതിൻ്റെ കൂടെ ഇങ്ങനെ പെയ്യും കേട്ടോ. ഇപ്പം പെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. പെയ്താ പണിപ്പാളും. 25 രൂപ റേസ് ചാർജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ മഴ പെയ്ത് ഫോട്ടോ ഒക്കെ എടുത്താലേ മാത്രമേ റേസ് ചാർജ് ഇട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും നേരെ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് പോവാം. പക്ഷെ നമുക്ക് ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഇനിയുണ്ട്. ചർച്ച് ജംഗ്ഷൻ്റെ അവിടെ എത്തി കേട്ടോ. ഇപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 53 കേട്ടോ. 53 എന്ന് പറയുമ്പോൾ 15, 20, 24, 53 താഴെ. ചിന്നമൻ ഗാർഡൻസ്, സിലമൻ ഗാർഡൻസ് അങ്ങനെ തോന്നും പറയണം. മാടുകുത്തി 41, 29 അള്ളാക്കുഴി. അയ്യോ 33. ഇവിടുന്ന് ലെഫ്റ്റാണ് കയറി പോകാനുള്ള കേട്ടോ. 52, 53. വന്നിട്ടില്ല, ശകലം വഴി തെറ്റിപ്പോയി, അപ്പുറത്ത് പോയി. ശരി, ഓക്കെ. ആ ശരി. 78 കേട്ടോ കിട്ടിയത്. ഗൈസ് അപ്പോൾ നമുക്ക് സൊമാറ്റോ ഓഡിയോയിൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് രാവിലെ 7 to വൈകുന്നേരം 3:45, 4 മണിയായി. ടോട്ടൽ 10 ഓവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 508 രൂപയാണ് നമ്മളെ ഏണിങ്സ്. ഗൈസ് ടോട്ടൽ 1800 പ്ലസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ടൈമാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ വ്ളോഗ് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് രാവിലെ 7 to 4 മണിയാണ് നമ്മൾ വ്ളോഗ് ചെയ്യണത്. ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.